ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അങ്ങനെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു വ്ളോഗുമായിട്ട് വന്നേക്കുവാണ്. കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു ക്യാമറ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഷൂട്ടിങ് ഇൻസ്റ്റാഗ്രാമിലായിരുന്നു കൂടുതൽ കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തത് നമ്മളൊരു ഐഫോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള തിരക്കുകൾ കാരണം എനിക്ക് കണ്ടന്റ് ക്രിയേഷനിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഓഫാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വാളിറ്റി കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ഇൻറ്റൻഷനോടെയാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മളിപ്പോൾ ഒരു ക്യാമറ വാങ്ങിയിട്ടുണ്ട്. സോണി ZV-E10 ആണ്. ആ ക്യാമറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫൈനലി ഇതാണ് നമ്മുടെ സോണി ZV-E10 എന്ന് പറയുന്ന ഒരു ക്യാമറ. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടി സോണി മാനുഫാക്ചർ ചെയ്തൊരു ക്യാമറ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ബഡ്ജറ്റായിട്ട് നമുക്ക് ലൈക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ ചെയ്ത ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മണ്ടത്തരം പറ്റി. എന്താണ്, ഈ ഒരു കിറ്റ് ലെൻസ് വെച്ചിട്ടാണ് വാങ്ങിച്ചത്. ആക്ച്വലി ക്യാമറ വരുന്നത് കിറ്റ് ലെൻസോടെയാണ്. പക്ഷേ നമുക്ക് ക്യാമറയുടെ ബോഡി മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അത് വാങ്ങിയിട്ട് നമുക്ക് ഏത് ലെൻസാണോ വേണ്ടത്, നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ അനുസരിച്ചിട്ടുള്ള ലെൻസ് നമുക്ക് പർച്ചേസ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഈ ക്യാമറ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയത് ഈ കിറ്റ് ലെൻസോടെയാണ്. ആക്ച്വലി ഈ കിറ്റ് ലെൻസ് എനിക്ക് യൂസ്ലെസ് ആയിട്ടാണ് തോന്നിയത്. കാരണം എൻ്റെ ഒരു പർപ്പസിന് ഇത് ഞാൻ എപ്പോഴും ജിമ്മിലാണ് ഷൂട്ട് ചെയ്യുക. സോ അവിടെ ലോ ലൈറ്റാണ്. അപ്പോൾ ലോ ലൈറ്റ് പെർഫോമൻസ് ഈ ഒരു ലെൻസിന് വളരെയധികം കുറവാണ്. പിന്നെ നമ്മളൊരു പോർട്രേറ്റ് രീതിയിലൊക്കെ നമുക്കൊരു വീഡിയോ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെൻസ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ സോണി ZV-E10 വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ലെൻസ് വാങ്ങിക്കുക. പിന്നെ ഈ ഒരു സ്ക്രീൻ ഫ്ലിപ്പ് സ്ക്രീനാണ്. സോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നമുക്ക് എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിമിനകത്തുണ്ടോ എന്നൊക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. സോ അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ട്രൈപോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഡിജിടെക്കിൻ്റെ ട്രൈപോഡാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളിതിന് മുൻപ് യൂസ് ചെയ്തിരുന്ന ട്രൈപോഡ് അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രൈപോഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്തത്. എനിവേ, നമ്മൾ നല്ലൊരു ക്യാമറ വാങ്ങിയിരിക്കുവാണ്. കുറച്ചുകൂടെ കൂടുതൽ ക്വാളിറ്റി കണ്ടൻറ്റ്സ് നിങ്ങളിലോട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസോടെയാണ് ഞാൻ ഈ ക്യാമറ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എനിവേ, നമ്മളിപ്പോൾ കൂടുതൽ ക്യാമറയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ടെക് ചാനലല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു മിനി കട്ടിലാണ്. ഞാൻ ഷിപ്പിൽ പോയ സമയത്ത് നന്നായിട്ട് ഡേർട്ടി ബൾക്കിങ് ചെയ്തു എന്ന് തന്നെ പറയാം. ഓൾമോസ്റ്റ് ഒരു 90 kgs വരെ ഞാൻ ഗെയിൻ ചെയ്തു. ഷിപ്പിൽ വെച്ച് എനിക്ക് സംഭവിച്ചത് മസിൽ ലോസും പ്ലസ് ഫാറ്റ് ഗെയിനുമാണ്. നല്ലൊരു പ്രോസസ്സാണ് എനിക്ക് അവിടെ വെച്ച് നടന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക് കണ്ടീഷൻ വളരെ വളരെ മോശമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫിസിക് കണ്ടീഷൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഉള്ളത് ഒരു മിനി കട്ടാണ്. മിനി കട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ടോട്ടൽ മെയിൻ്റനൻസ് കാലോറീസിൽ നിന്ന് ഓൾമോസ്റ്റ് സഡൻ ആയിട്ട് നമ്മളൊരു 40% കാലോറീസ് കട്ട് ഡൗൺ ചെയ്യും. ഒരുപാട് ലോങ് ടൈമിലോട്ടല്ല, നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അടുത്തൊരു 4 വീക്സിലോട്ട് മിനി കട്ട് ചെയ്യാനാണ്. അപ്പം മിനി കട്ടിനകത്ത് ഞാനിപ്പോൾ എൻ്റെ മെയിൻ്റനൻസ് കാലോറീസിൽ നിന്ന് 40% റെഡ്യൂസ് ചെയ്തിട്ടാണ് ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്. ഇത് ഞാൻ നെക്സ്റ്റ് 4 വീക്സിലോട്ട് ഫോളോ ചെയ്യും. ഇന്ന് ഞാൻ ട്രെയിൻ ചെയ്യുന്നത് എൻ്റെ ബാക്കാണ്. അപ്പം ഞാൻ ബാക്ക് മസിൽസിനെ ട്രെയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ലാറ്റ് പുൾ ഓവർ എൻ്റെ വാമപ്പ് റൂട്ടീനിൽ ആഡ് ചെയ്യാറുണ്ട്. ലാറ്റ് പുൾ ഓവർ നിങ്ങളുടെ വാമപ്പ് റൂട്ടീനിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി എടുത്തു പറയുവാണെങ്കിൽ നിങ്ങളുടെ എൻ്റയർ ബാക്കിലെ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ആണ്. ഏതൊരു മസിൽസിനെ നമ്മൾ ലോഡ് യൂസ് ചെയ്തുകൊണ്ട് ട്രെയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാമപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു പെർട്ടിക്കുലർ എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൽ ഇൻവോൾവ് ആവുന്ന മസിൽസിനെ നമ്മൾ ആ ഒരു എക്സസൈസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോമൺ വാമപ്പ് റൂട്ടീൻ മാത്രം ഫോളോ ചെയ്ത് ഒരിക്കലും എക്സസൈസിലോട്ട് കടക്കരുത്. അതിന് പകരം ഒരു കോമൺ വാമപ്പ് റൂട്ടീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്ന മസിൽ ഏതാണോ ആ മസിൽ ഇൻവോൾവ് ആവുന്ന രീതിയിലുള്ള ഒരു എക്സസൈസും കൂടെ ചൂസ് ചെയ്ത് 2 to 3 സെറ്റ്സ് ലൈറ്റ് വെയിറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ബാക്ക് എക്സസൈസ് എന്ന് പറയുന്നത് ലാറ്റ് പുൾ ഡൗൺ ആണ്. ലാറ്റ് പുൾ ഡൗൺ ഞാൻ ട്രെയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് 2 വാമപ്പ് സെറ്റ്സും 3 വർക്കിംഗ് സെറ്റ്സും ആണ്. സെക്കൻഡ് വർക്കൗട്ട് എൻ്റെ ഫേവറേറ്റ് എക്സസൈസ് ആണ് ബാർബൽ റോസ് ആണ്. 3 സെറ്റ്സ് ആണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അൺടിൽ ഫെയിലിയർ വരെയാണ് ചെയ്യുന്നത്. റെപ്പ് ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. ബാർബൽ റോസ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ചെന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കുള്ള സംശയമാണ് വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ, എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റും എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈഡ്രേറ്റ് ആയിട്ട് ബോഡിയെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇതിലെ ഇന്റർവെൽസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റ്സിന്റെ റെസ്റ്റ് പീരിയഡ്സിൽ നിങ്ങൾക്ക് വാട്ടർ സിപ്പ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. തേർഡ് എക്സസൈസ് ആയിട്ട് ഞാൻ എൻ്റെ ബാക്ക് റൂട്ടീനിൽ ചെയ്യുന്നത് സിംഗിൾ ആം കേബിൾ റോസ് ആണ്. ഈ എക്സസൈസ് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റെ ലാറ്റ്സിനെയാണ്. പക്ഷേ ഇത് കൂടാതെ എൻ്റെ ട്രാപ്സും റോംബോയിഡ്സും അതുപോലെ തന്നെ എൻ്റെ റിയൽ ഡെൽറ്റോയിഡ്സും ഈ ഒരു മൂവ്മെന്റിൽ നന്നായിട്ട് എൻഗേജ് ആവുന്നുണ്ട്. ഈ എക്സസൈസ് ഞാൻ ട്രെയിൻ ചെയ്യുന്നത് 3 സെറ്റ്സ് ടിൽ ഫെയിലിയർ ആണ്. തേർഡ് എക്സസൈസും കൂടെ കഴിഞ്ഞപ്പോൾ ദ പമ്പ് വാസ് അബ്സല്യൂട്ട്ലി ഇൻസൈൻ.
എപ്പോഴും നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്വെറ്റ് വീണ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ബെഞ്ച് ആയിക്കോട്ടെ, അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫൈനൽ എക്സസൈസ്, അതായത് നമ്മുടെ 4th എക്സസൈസ് എന്ന് പറയുന്നത് ഹൈപ്പർ എക്സ്റ്റൻഷൻ ആണ്. ഹൈപ്പർ എക്സ്റ്റൻഷൻ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇറക്ടർ സ്പിനെ മസിൽസ് ആണ്. ഈ മസിൽസ് ആണ് നമ്മുടെ സ്പൈനെ ബെൻഡ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ പോസ്ചറിനെ ഇംപ്രൂവ് ചെയ്യും, നിങ്ങളുടെ ബോഡിയുടെ ടോട്ടൽ സ്റ്റെബിലിറ്റി, കോർ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പോസ്ചർ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു എക്സസൈസ് ആണ്. ഒരുപാട് പേര് ബാക്ക് പെയിൻ ഉള്ളപ്പോൾ ബാക്ക് പെയിൻ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ പെർഫോം ചെയ്യരുത്. ഈ ഒരു എക്സസൈസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യും, പക്ഷേ ഇതൊരിക്കലും നിങ്ങളുടെ ലോവർ ബാക്ക് പെയിനിനുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ സജഷൻസ് എല്ലാം തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഐ വിൽ സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.